KV English 6th chapter Water Tank. Water conservation is a practice that has existed for centuries. Even hundreds of years ago, there were huge water storage structures. These did not just store water but also protected cities from floods, provided drinking water, and brought people together. ജലസംരക്ഷണം നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു സമ്പ്രദായമാണ്. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പോലും വലിയ ജലസംഭരണ ഘടനകൾ ഉണ്ടായിരുന്നു. ഇവ വെള്ളം സംഭരിക്കുക മാത്രമല്ല, വെള്ളപ്പൊക്കത്തിൽ നിന്ന് നഗരങ്ങളെ സംരക്ഷിക്കുകയും കുടിവെള്ളം നൽകുകയും ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരികയും ചെയ്തു. ടുഡേ ഇൻ മെനി പാർട്സ് ഓഫ് ഇന്ത്യ, മെനി കമ്മ്യൂണിറ്റീസ് സ്റ്റിൽ പ്രാക്ടീസ് ദ ട്രഡീഷണൽ വാട്ടർ മാനേജ്മെൻറ്റ് മെത്തേഡ്സ്. ഇൻ തമിഴ്നാടു, ഊരാണീസ് സ്റ്റോർ റെയിൻ വാട്ടർ ഫോർ ഡ്രിങ്കിങ് ആൻഡ് ഫാമിംഗ്. In Kerala, Panam Keni wells are known for not drying up even in the hottest months. Similarly, tankas as shown below are quite common in Rajasthan's Thar region. ഇന്നും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പല സമൂഹങ്ങളും പരമ്പരാഗത ജല മാനേജ്മെൻറ്റ് രീതികൾ പിന്തുടരുന്നു. തമിഴ്നാട്ടിൽ ഊരാനീസ് എന്ന വില്ലേജ് പോണ്ടിൽ കുടിവെള്ളത്തിനും കൃഷിക്കും വേണ്ടി മഴവെള്ളം സംഭരിക്കുന്നുണ്ട്. കേരളത്തിൽ പനംകേണി കിണറുകൾ ഏറ്റവും ചൂടേറിയ മാസങ്ങളിൽ പോലും വറ്റാത്തതിന് പേരുകേട്ടതാണ്. അതുപോലെ താഴെ കാണിച്ചിരിക്കുന്ന ടാങ്കുകൾ രാജസ്ഥാനിലെ താർ മേഖലയിൽ വളരെ സാധാരണമാണ്. തേർഡ് പാരഗ്രാഫ്. They are underground tanks that can store enough water for 6 to 7 months. Nowadays, most people have water tanks to store water in their homes. These tanks store hundreds and even thousands of liters of water. Usually, they are kept or built on the roofs. Such water tanks are called overhead water tanks. 6 മുതൽ 7 മാസം വരെ വെള്ളം സംഭരിക്കാൻ കഴിയുന്ന ഭൂഗർഭ ടാങ്കുകളാണ് ഇവ. ഇക്കാലത്ത് മിക്ക ആളുകളുടെയും വീടുകളിൽ വെള്ളം സംഭരിക്കാൻ വാട്ടർ ടാങ്കുകളുണ്ട്. ഈ ടാങ്കുകളിൽ 100 കണക്കിന് 1000 കണക്കിന് ലിറ്റർ വെള്ളം വരെ സംഭരിക്കാൻ പറ്റും. സാധാരണയായി അവ മേൽക്കൂരകളിലാണ് സൂക്ഷിക്കുകയോ നിർമ്മിക്കുകയോ ചെയ്യുന്നത്. അത്തരം വാട്ടർ ടാങ്കുകളെ ഓവർഹെഡ് വാട്ടർ ടാങ്കുകൾ എന്ന് വിളിക്കുന്നു. മോസ്റ്റ് ഓഫ് us are familiar with water tanks, but there is something different about the overhead tanks of Punjab. Punjab is a state in the northwestern part of India, rich in culture and heritage. Punjab is also known for the unique designs of water tanks in its rural areas. You may see tanks shaped like a giant flower, a large football, a brown rooster, a statue, or even an aeroplane. നമ്മളിൽ മിക്കവർക്കും വാട്ടർ ടാങ്കുകളെക്കുറിച്ച് പരിചിതമാണ്. പക്ഷേ പഞ്ചാബിലെ ഓവർഹെഡ് ടാങ്കുകളെക്കുറിച്ച് വ്യത്യസ്തമായ ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. സംസ്കാരത്താലും പൈതൃകത്താലും സമ്പന്നമായ ഒരു സ്ഥലം കൂടിയാണ് പഞ്ചാബ്. ഗ്രാമപ്രദേശങ്ങളിലെ വാട്ടർ ടാങ്കുകളുടെ തനതായ രൂപകൽപ്പനകൾക്ക് പേരുകേട്ടതാണ് ഈ പഞ്ചാബ്. ഒരു ഭീമൻ പൂവിൻ്റെ ആകൃതിയിലുള്ള ടാങ്കുകൾ, ഒരു വലിയ ഫുട്ബോളിൻ്റെ മാതൃകയിലുള്ള ടാങ്കുകൾ, ഒരു വലിയ പൂവൻകോഴിയുടെ മാതൃകയിലുള്ള ടാങ്കുകൾ, അങ്ങനെ എയ്റോപ്ലെയിനിൻ്റെ മാതൃകയിലുള്ള ടാങ്കുകൾ വരെ പഞ്ചാബിൽ കാണാൻ കഴിയും. People carefully plan the design of their water tanks. Every tank tells us something about the people of the house. For example, if the owner of the house is a farmer, the water tank may be in the shape of a tractor or a bullock cart or even a rooster. If the owner likes football, the water tank of the house may be shaped like a football. ആളുകൾ അവരുടെ വീട്ടിലുണ്ടാക്കുന്ന വാട്ടർ ടാങ്കുകളുടെ രൂപകൽപ്പന വളരെ ശ്രദ്ധയോടുകൂടിയാണ് ആസൂത്രണം ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ വാട്ടർ ടാങ്കുകൾ ഓരോ വീട്ടിലെ ടാങ്കും അവിടെ താമസിക്കുന്ന ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു തരും. എങ്ങനെയാണെന്ന് വെച്ചാൽ, വീടിൻ്റെ ഉടമ ഒരു കർഷകനാണെങ്കിൽ വാട്ടർ ടാങ്ക് ഒരു ട്രാക്ടറിൻ്റെയോ കാളവണ്ടിയുടെയോ അല്ലെങ്കിൽ ഒരു കോഴിയുടെയോ ആകൃതിയിലായിരിക്കും. ഉടമയ്ക്ക് ഫുട്ബോൾ ഇഷ്ടമാണെങ്കിൽ വീടിൻ്റെ വാട്ടർ ടാങ്ക് ഒരു ഫുട്ബോൾ പോലെയായിരിക്കും. All these tanks are made of cement. The frame of the water tank is made using steel rods. Later, concrete is used to give it final shape.
Then it is installed on the roof of the house. The final product is a unique tank that can hold hundreds of liters of water. These unique water tanks are the heart of the communities in rural Punjab. ഈ ടാങ്കുകളെല്ലാം സിമൻറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റീൽ കമ്പികൾ ഉപയോഗിച്ചാണ് വാട്ടർ ടാങ്കിൻ്റെ ഫ്രെയിം നിർമ്മിച്ചിരിക്കുന്നത്. പിന്നീട് കോൺക്രീറ്റ് ഉപയോഗിച്ച് അതിൻ്റെ അന്തിമ രൂപം നൽകുന്നു. പിന്നീട് അത് വീടിൻ്റെ മേൽക്കൂരയിൽ സ്ഥാപിക്കുന്നു. 100 കണക്കിന് ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു അതുല്യ ടാങ്കാണ് ലാസ്റ്റായ ഉൽപ്പന്നം. പഞ്ചാബിലെ ഗ്രാമീണ സമൂഹങ്ങളുടെ ഹൃദയമാണ് ഈ അതുല്യമായ വാട്ടർ ടാങ്കുകൾ.